പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള വിദ്യാലയമാക്കി മാറ്റാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 32 കോടി രൂപ ചെലവിൽ വിദ്യാലയത്തിലെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, ഗ്രൗണ്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിന് നമ്മൾ കെട്ടിടം പണിത്. ആ ഒരു കെട്ടിടത്തിന് 13 കോടി രൂപയാണ്. മൊത്തം 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്നത്. ഇതിൽ 13 കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പ്രധാനാധ്യാപകന്റെ റൂം എന്നിവയ്ക്ക് പുറമെ 18 ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേദിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാറിനെയും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലൂസി സെബാസ്റ്റ്യൻ, വി വിജിലി എന്നിവരെയും മന്ത്രി ആദരിച്ചു. അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക, ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഖാദർകുട്ടി, താനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ലൈജു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ, താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി ശ്രീജ, താനൂർ BPC കെ കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പൽ സി ജെ പ്രസാദ്, പ്രധാനാധ്യാപിക പി ബിന്ദു, PTA പ്രസിഡന്റ് പി അജയ്കുമാർ, SMC ചെയർമാൻ TP റസാഖ്, ഇ ജയൻ, ഒ സുരേഷ് ബാബു, KK പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൻതെരു അങ്ങാടിയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ കമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.